മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം. ഇന്ന് നമ്മൾ അഖിൽ മാരാറിന്റെ ഒരു എൻട്രി നമ്മൾ കാണുന്നുണ്ട്. അടിപൊളിയായിരുന്നു. നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ എക്സ്പെക്ട് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ആണ് നടന്നത്. കഴിഞ്ഞ സീസണിൽ രജിത് കുമാറും റോബിനും വന്ന പോലെ ഒരു ടാസ്ക് ആയിരിക്കാം എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ അവർക്കൊരു 7ന്റെ പണിയുമായിട്ടാണ് അഖിൽ മാരാർ ഇന്ന് വന്നിരിക്കുന്നത്. അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. നൂതില ചെരുപ്പ് കമ്പനി, ഈ ഒരു ടാസ്ക് ആണ്. നൂറയാണ് അതിന്റെ ഓണർ. ജിഷിനാണ് നൂറയുടെ അസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ തൊഴിലാളികൾ എന്ന് പറയുന്നത് ആദില, ഷാനവാസ്, ലക്ഷ്മി, മസ്താനി, ബിന്നി, അഭിലാഷ്, ഒനിൽ. ഇവരാണ് ഇതിന്റെ തൊഴിലാളികൾ. 2 മെഷീനായിരിക്കും ഉണ്ടായിരിക്കുക. അക്ബർ എന്ന യൂണിയൻ ലീഡറിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും എത്ര നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുന്നത് അക്ബർ ആയിരിക്കും. തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അക്ബറിനെ അവിടെ നിയമിച്ചിരിക്കുന്നത്. നൂറയുടെ കയ്യിൽ കുറച്ച് കോയിൻസ് ഉണ്ടായിരിക്കും. ഗോൾഡ് ഉണ്ടായിരിക്കും, ബ്ലാക്ക് കോയിൻ ഉണ്ടായിരിക്കും. ഇതിൽ ഈ 7 തൊഴിലാളികൾ മനോഹരമായിട്ട് ഷൂ ലേസ് വെച്ച് പിടിപ്പിക്കുക. അത് ഏറ്റവും ക്വാളിറ്റിയോട് കൂടി ചെയ്യുന്ന ആൾക്കായിരിക്കും ഗോൾഡ് കോയിൻ കിട്ടിയിരിക്കുക. അത് ഉടമയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും കോയിൻസ് ഇവിടെ വിതരണം ചെയ്യുക. ആ കോയിൻസ് കൊടുക്കുമ്പോൾ ബ്ലാക്ക് കോയിൻ കൂടുതൽ കിട്ടിയ ആളായിരിക്കും അടുത്ത നോമിനേഷനിൽ ഡയറക്റ്റ് പോകുന്നത്. ആ കൂടുതൽ കറുത്ത കോയിൻ കിട്ടിയ ആളായിരിക്കും. ഇതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള ചെരുപ്പുകളാണ് ഉടമ സെലക്ട് ചെയ്യുക. അതിനായിരിക്കും കോയിൻസ് കൊടുക്കുന്നത്. പിന്നെ അഖിൽ വന്നത് സെപ്റ്റംബർ 12 മുള്ളംകൊല്ലി എന്നൊരു സൈക്കോ ത്രില്ലർ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അഖിൽ മാരാർ ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ അഭിനയിക്കുന്നത് ലക്ഷ്മി, അഭിഷേക്, അഖിൽ മാരാർ, അതുപോലെ തന്നെ സെറീനയാണ്. ലീഡ് ചെയ്യുന്ന അഭിഷേകും ലക്ഷ്മിയും. അപ്പോൾ അവരുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അവരെന്തായാലും വന്നിരിക്കുന്നത്. പിന്നെ അവർ അതിനുശേഷം വീടൊക്കെ ചുറ്റി കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട് ഇതിനേക്കാളും ചെറുതാണ്, ഇത് നല്ല വലിയ വീടാണ് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾക്ക് മേക്കപ്പിനൊക്കെ റൂം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സെറീന. പിന്നെ അഖിൽ മാരാർ കുറച്ച് ടിപ്സ് പറയുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് അനുമോൾ ഉദ്ദേശിച്ചിട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അവിടെയാണ് കൂടുതൽ കണ്ടന്റ് കിട്ടുന്നതെന്ന് അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ അഭിഷേക് പറയുന്നുണ്ട് അനുമോളുടെ അടുത്ത് ഈ പാവേനെ കളയണം എന്നൊക്കെ പറയുന്നുണ്ട്, അത് ഉപയോഗിക്കേണ്ടെന്ന രീതിയിൽ. അപ്പോൾ അനുമോൾ ചോദിക്കുന്നത് അതിനിപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നെവിനെ പറ്റി സംസാരിക്കും, റെനയുടെ ശബ്ദത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഭയങ്കര ശബ്ദമാണ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് രീതിയിലൊക്കെയാണ് കളിയാക്കിയ പോലെയാണ് സംസാരിക്കുന്നത്. അതിനുശേഷം അവർ തിരികെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും യാത്ര അയക്കുന്ന നല്ല സന്തോഷത്തോടു കൂടി യാത്ര അയക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.